Hey guys, welcome back to my YouTube channel. So, ഇന്ന് എന്താ പറയുക, ഇവിടെ ഓട്ടം സീസണൊക്കെ ഓൾമോസ്റ്റ് എൻഡാവാറായി. വിൻ്ററിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുക. നമ്മളപ്പം ചെറിയൊരു റോഡ് ട്രിപ്പ് പോകാനുള്ളൊരു പ്ലാനാണ്. നമ്മുടെ ബേബി ബാക്കിലുള്ളതുകൊണ്ട് നമുക്ക് കൂടുതൽ ദൂരമൊന്നും അങ്ങനെ പോകാൻ പറ്റത്തില്ല. കാരണം കഴിഞ്ഞ വർഷം നമ്മൾ 500 കിലോമീറ്ററൊക്കെ ട്രിപ്പൊക്കെ അടിച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് ഇപ്രാവശ്യം എന്തായാലും അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു കുട്ടി ഷോർട്ട് ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ അതാ വണ്ടി അവിടെ വാമപ്പ് ആയിക്കൊണ്ടിരിക്കുക, അവർ സാധനങ്ങളൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുക, കൊച്ചിൻ്റെ കാര്യങ്ങളെല്ലാം. നമ്മൾ ഇപ്രാവശ്യം സ്ട്രോളർ എടുക്കുന്നില്ല, കാരണം പിന്നെ ചെസ്റ്റിൽ ഞാൻ ഹാങ് ചെയ്തിടാം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് വിചാരിക്കുന്നത്. മിണ്ടാതിരുന്നാൽ ഇവൻ്റെ ഇപ്പോൾ ഷോപ്പിങ്ങിന് എവിടെ പോയാലും സ്ട്രോളറും കൊണ്ട് പോയാലും ഇവൻ എൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കും. അപ്പോൾ വെറുതെ എന്തിനാണെന്നും പറഞ്ഞതാ കേട്ടോ, കരടിയുടെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുക. ക്യാഷായിട്ട് എടുത്തിട്ട് വേണം പോകാൻ. അപ്പോൾ നമുക്ക് ക്യാഷായിട്ട് എടുത്തിട്ട് നമുക്ക് ഫാമിലേക്ക് എത്തിയിട്ട് കാണിച്ചു തരാം. ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ഡാർലിംഗ്ടൺ പ്രൊവിൻഷ്യൽ പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്കിലെത്തിയപ്പം അക്ഷയുണ്ട്, അഞ്ജനയുണ്ട്. കൊച്ചു അഞ്ജനയുടെ ഇല്ല. നമ്മളിങ്ങനെ ആ ഒരു ഞാനൊരു ഫാം കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു, അങ്ങോട്ട് പോകുമായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അക്ഷയ് പറഞ്ഞു ഇവിടെ ഒരു ബീച്ച് സൈഡിലൊരു സാധനം കണ്ടു. ഓക്കെ, വൈ നോട്ട്. പണ്ട് എനിക്ക് ഇത്തിരി അഡ്വഞ്ചറൊക്കെ താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ ഇറങ്ങി. അരവിന്ദ് ഇതാ അവൻ്റെ മനസ്സിൽ എൻ്റെ വണ്ടിയിൽ എന്തൊക്കെയോ ഫോട്ടോ എടുക്കാനുള്ള എന്തോ ഐഡിയ ഉണ്ടെന്നും പറഞ്ഞ് എടുത്തുകൊണ്ടിരിക്കുക. പിന്നെ അവൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇടാനൊക്കെ വേണ്ടിയിട്ടൊരു വീഡിയോസിനൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. അവിടെ ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ നമുക്ക്. എൻ്റെ വണ്ടി ഞാനിവിടെ ഒതുക്കിയിട്ടിട്ടുണ്ട്. ഈ മരം കൊള്ളാമല്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ അടുത്ത് നമ്മളൊരു ഞാനും അരവിന്ദും എല്ലാം കൂടെ ഒരു വണ്ടിയുടെ ഒരു വിഷ്വൽസും കൊച്ചിൻ്റെ 2 ഫോട്ടോ എടുക്കാനായിട്ട് ഇതിൻ്റെ അടുത്തൊരു ബീച്ചിൻ്റെ അടുത്ത് ഇറങ്ങിയതാണ്. അപ്പോൾ എനിക്ക് ആ സ്ഥലം ഇഷ്ടപ്പെട്ടു. ഇവരിവിടെ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ഇനി ഇതിൻ്റെ 2-3 വിഷ്വൽസൊക്കെ എടുത്തിട്ട് വേണം പോവാൻ. ഇവിടെ ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയണത്. പറ്റുവാണെങ്കിൽ ഞാൻ അങ്ങോട്ട് കാണിച്ചു തരാം. കുറേ കാരവനും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഫാമിലെത്തി ഇതാ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അത്യാവശ്യം നല്ല റഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരെയൊക്കെ അവിടെ ഇറക്കിയിട്ട് നമ്മൾ വന്ന് അക്ഷയ് ഇവിടെ എവിടെയോ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാ ഈ എൻ്റെ ആദ്യത്തെ കാനഡയിലെ ഫാം വിസിറ്റാണ്. ഞാൻ ഉറങ്ങി. നമുക്ക് ഓർമ്മയുണ്ട്. ഇന്ന് അവന് പിന്നീട് കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ ഇഷ്ടം പോലെ വീഡിയോസ് എടുക്കും. അപ്പൊ ഞാൻ ഇതൊരു സാധനം അന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇതങ്ങനെ അധികം യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ കൊച്ചിനെ മറ്റേ നെഞ്ചത്ത് വെച്ച് കെട്ടിക്കൊണ്ട് പോകാമെന്നാണ് വിചാരിക്കണേ. കാരണം ഇവൻ്റെ മറ്റേ സ്ട്രോളർ നമ്മൾ എടുത്തില്ല. എനിക്ക് വിളിച്ചു കണ്ണടിക്കട്ടെ. ഇവൻ്റെ സ്ട്രോളർ നമ്മൾ എടുത്തില്ല, കാരണം ഇവനെയും കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഷോപ്പിങ്ങിന് എവിടെ പോയാലും ഞാൻ എന്തായാലും അല്ലാതെ എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നിരിക്കത്തുള്ളൂ. അപ്പം ഞാൻ എന്തായാലും അപ്പോൾ ഇപ്രാവശ്യം ഇതാണ് എടുത്തത്. വെച്ചാൽ നോക്കാം ഗൈസ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ എന്താ മേപ്പിൾ ഗ്രൂ ഓർക്കിയാർഡ് എന്ന് പറഞ്ഞാൽ എന്തോ ഫാം ഹൗസ് ഫാമിലി എന്നോ സംഗതി കൊള്ളാം. ഞാൻ ജസ്റ്റ് ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് പോയി. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതാ കയറി വരുമ്പോൾ തന്നെ നല്ല കൺട്രി സൈഡ് വഴിയൊക്കെയാണ് വന്നത്. പിക്ക് യുവർ ഓൺ ആപ്പിൾ, സ്ട്രോബെറി, ടൊമാറ്റോസ്. 6 മണി വരെ ഉണ്ട്. നമുക്ക് നോക്കി നോക്കാം. ഇതാണ്ടോ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ട്. നമ്മുടെ ഈ ഒരു മറ്റേ നടക്കുന്ന പ്രായമായിരുന്നെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നടക്കുന്നത് നല്ലൊരു ഫീലായിരുന്നു. പക്ഷേ എന്താ ഇപ്പോഴും സ്റ്റിൽ 4 മാസം കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പം അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുക. നമുക്ക് എന്തായാലും അകത്തേക്ക് കയറാം. നമ്മൾ വേറെ വഴിക്ക് ATM നിന്ന് ക്യാഷൊക്കെ എടുത്തിട്ടാണ് വന്നത്, നിങ്ങൾ കണ്ടു കാണും. സോ നോക്കി നോക്കാം. എനിക്ക് ഈ വെളിച്ചം സീനായതുകൊണ്ടാണ് ഞാൻ കണ്ണാടി വെക്കണം. പിന്നെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ്. മത്തങ്ങ കിടക്കണുണ്ടോ? ഇത് കൊള്ളാം. നമ്മളിനി അടുത്ത് എന്തായാലും ഈ മത്തങ്ങ കട്ട് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ അത്തിരുത്തി ഇപ്പം സ്ഥിരമുള്ള ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടല്ലോ, ആ സംഗതി നമുക്ക് ചെയ്യണം. കൊച്ചിൻ്റെ ഒരു ആഗ്രഹമാണ്, എൻ്റെ ഒരു ആഗ്രഹമാണ്. നല്ല രസമുണ്ട്. ഇവരിവിടെ തണ്ണി മച്ചത് മത്തങ്ങയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് മത്തങ്ങയുടെ എന്തെങ്കിലും ഒരു വകഭേദം ആയിരിക്കണം. ഇത് ഇങ്ങനത്തെയൊക്കെ നമ്മുടെ നാട്ടിലുണ്ടല്ലേ? ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. നല്ല മണവുവാ. കണ്ടോ? ഹൈ മലയാളി. കുടംപുളി. ഞാൻ നെറ്റ് ഓഫ് ചെയ്തേക്ക്. അരവിന്ദ് വീഡിയോ എടുക്കാൻ പോയിരിക്കും.
ഇത് സ്ക്വാഷ് മറ്റേ സ്ക്വാഷ് അല്ലേ? എന്തോ അത് ഞാൻ കണ്ടിട്ടുണ്ട്. സ്ക്വാഷ് അല്ലേ? പക്ഷെ ഇത് എന്തെങ്കിലും ആണോ? ഇതും നമ്മുടെ നാട്ടിലുണ്ട്. സ്ക്വാഷ്. This is squash. Squash. ശരിയാ, കുമ്പളങ്ങിയല്ല, വെള്ളരിക്ക. വെള്ളരിക്ക പോലത്തെ. ശരിയാ, അവര് ഒരു മലയാളികളാ. ഭയങ്കര കളർഫുൾ ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അതെ, ഭയങ്കര ബ്യൂട്ടിഫുള്ളാ. ഇയാൻ എവിടെ ചോദ്യം വരും. ഇയാൻ ശരിയാണല്ലോ. ഇയാനോടെ അതാ അക്ഷയുടെ അടുത്ത്. ഏത് സ്റ്റോളർ എടുക്കാനുള്ളായിരുന്നല്ലേ? എനിക്ക് സ്റ്റോളർ എടുക്കാത്തതിൽ ഇപ്പം ഒരു കുറ്റബോധം തോന്നുന്നുണ്ട്. നമുക്കങ്ങ് പോവാം. അതാ ഇതൊക്കെയാണ് ഇവിടെ സെയിൽ ചെയ്യുന്ന സാധനം. പോർച്ച് പാക്ക്. പോർച്ചിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള സംഗതി ആയിരിക്കും ഇത്ര. ഒരു പംകിൻ, ഒരു കോൺസ്ട്രാച്ച് സംതിങ്. ഈ സാധനം സോൾഡ് ഔട്ട് ആയി. പിന്നെ 50 മാത്രമേ ഉള്ളൂ. അമ്മുത മത്തങ്ങ എടുത്തോണ്ടിരിക്കുന്നു. നമ്മുടെ കൂടെ ഒന്നും ഒരാളെ കാണാനില്ല. ന്യൂ ബ്ലോഗർ ഇൻ ടൗൺ. നമുക്ക് അവിടെ നിന്ന് എടുക്കാം. എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇതിന്റെ അകത്ത് കയറണം. ഇതിന്റെ അകത്ത് കയറുമ്പോഴത്തേക്കും നമ്മൾക്ക് ഇവര് ബാഗ് തരും. നമ്മൾ ബാഗ് പർച്ചേസ് ചെയ്യണം. ആ ബാഗ് എടുത്തിട്ടാണ് നമുക്ക് അവിടുത്തെ ഫാമിലോട്ട് ബാക്കി നമുക്ക് എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാൽ ക്ലിക്ക് പിക്കിങ്ങിന് പോകാൻ പറ്റത്തുള്ളൂ. നമുക്ക് ആദ്യം ഇതിനകത്തോട്ട് കയറി നോക്കാം. അമ്മ കുറെ കോണൊക്കെ കയ്യിലെടുക്കണം. ചീത്തയൊന്നുമല്ല, കളറടിച്ചിട്ട് ഞാൻ കാണിച്ചിട്ടില്ലേ? ഞാൻ എടുത്തു. വീഡിയോയുടെ കൂട്ടത്തിൽ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മള് അകത്ത് കയറി ടിക്കറ്റ് എടുക്കാൻ പോവാ. കാണിച്ചുതരാം. പക്ഷെ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് മുട്ടയും ഇത് ആപ്പിൾ സൈഡഡ്. ഓക്കെ, മറ്റേ വിനീഗർ പോലത്തെ ഐറ്റം. ചീസ് $10 കേട്ടാ. വിലയുണ്ട്, പക്ഷെ നല്ല സാധനമായിരിക്കും. ഇവിടെ തന്നെ ഉണ്ടാക്കി ഒരു ചെയ്യണല്ലേ. ഇത് മിൽക്ക്. ഇത് 2% മിൽക്ക്, ചോക്ലേറ്റ് മിൽക്ക് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ കുറേ ഉണ്ട്. ഇവിടെയും പിന്നെ സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ഉണ്ട്. ഇതൊരു മാർക്കറ്റ് പോലെ വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. കണ്ട, കൂണുണ്ട്. ഇവിടെ തന്നെ ഉണ്ടായതായിരിക്കും. ടൊമാറ്റോ ഉണ്ട്, സവാള ഉണ്ട്. സവാള ഇവിടെ ഉണ്ടായതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ആയിരിക്കും. ഉരുളക്കിഴങ്ങുണ്ട്. ഇതൊക്കെ ഉള്ളതല്ലേ. അപ്പം സവാള എന്തായാലും ഇവിടെ ഉള്ളതായിരിക്കാനാണ് സാധ്യത. പിന്നെ ഇവിടെ എല്ലാം ഉണ്ട്. അതിൻ്റെ വിലയും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ക്വാർട്ടർ ആണെന്ന് തോന്നുന്നു. $6 എല്ലാം കൂടെ ഉള്ളത്. സംഗതി കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ക്യാരറ്റ് ഉണ്ട്. എനിക്ക് മറ്റേ ഊട്ടി ക്യാരറ്റ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ക്യാരറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത്തിരി മുറ്റിയതിനെക്കാട്ടിലും. അവിടെ കോണുണ്ട്. ഇത് ഇവരുടെ തന്നെതായ എന്തൊക്കെയോ ബേബി പിക്കിൾസ്, സൽസ. ഇത് വിഷയ സാധനമാണ്. ഈ മറ്റേ ഇവിടെ കോസ്കോയിലൊക്കെ ഞാൻ വാങ്ങി ടാക്കോസിൻ്റെ ടാക്കോ ചിപ്സിൻ്റെ വേറെ റേറ്റ്. അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കുന്നത് സെറ്റ് സാധനം. നല്ല ഫീലാണ്. പെപ്പർ ജെല്ലി, ഇത് നല്ല എരിവുള്ളായിരിക്കും. ഞാൻ കഴിച്ചിട്ടില്ല. ഇത് ഞാൻ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ള ആസ്പറാഗസ്, മറ്റേ ഉപ്പിലിട്ട സംഗതി. പിക്കിൾസ് ഞാൻ വാങ്ങി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിക്കിൾസ്. അപ്പം അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇത് അവരുടെ സോർട്ടിങ് രീതി കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണ്ട. ഇതൊക്കെ എന്തോ ആണ്. ഷുഗർ പൈ പംകിൻ കണ്ടോ. ഷുഗർ ക്യാൻഡിലാണോ എന്തോ എനിക്കറിയില്ലടാ. ആയിരിക്കും ക്യാൻഡിൽ. ശരി, അത് ഹണിയാണോ? ഒരു കിലോയ്ക്ക് $28 ഉള്ളൂ. $28 ഉള്ളൂ. നല്ലതാ. ഞാൻ കോസ്കോയിൽ മറ്റേ അകത്ത് അതിൻ്റെ ആവശ്യമുള്ളൂ. ഇതൊക്കെ കൊണ്ടുപോകണാലും ഭയങ്കര പാടാണ്. ഇതൊക്കെ നമ്മൾ വെള്ളം അടിക്കുന്ന കുപ്പിയുടെ ആ ഒരു വൈബ് നല്ല കാണുമ്പോൾ തന്നെ 28 ലിറ്റർ സിറപ്പാണ്. 28 ക്യാഡ്. പിന്നെ അങ്ങോട്ടുണ്ട് നമ്മൾ എന്തായാലും ടിക്കറ്റ് വാങ്ങിച്ചിട്ട് അകത്തേക്ക് കയറാൻ പറ്റുന്നതായിരുന്നു നോക്കട്ടെ. പിന്നെ ഇവിടെ കുറേ സ്നാക്സ് ഐറ്റം ഒക്കെ ഉണ്ട്. ബനാന ബ്രെഡ്, വെജ് പംകിൻ ചിപ്സ്. ഇത് കൂടുതലും മധുരത്തിൻ്റെ ഐറ്റമാണ്. കുക്കീസൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കിതൊന്നും വലിയ താല്പര്യമില്ല. നമുക്ക് അമ്മൂനെ ഈ ഏരിയയിലേക്ക് കൊണ്ടുവരാതിരുന്നതാണ്. അവർക്ക് മധുരം ഭയങ്കര ക്രേസ്. അവിടെ ഡോണറ്റ് സംഗതിയുണ്ട്. പ്ലെയിൻ ഡോണറ്റ്സ് ആണെന്ന് തോന്നുന്നു. അക്ഷയ്ക്ക് ഡോണറ്റൊക്കെ പോകുള്ളൂ. എനിക്കിഷ്ടമല്ല ഡോണറ്റ്.
ഉള്ള സാധനമല്ലേ അതെ എനിക്ക് നമ്മുടെ നാട്ടിലെ നല്ല ഉഴുന്ന് വട, എഗ് പപ്സ്, അങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ എനിക്ക് പോകുള്ളൂ. എനിക്ക് ഈ മറ്റേ ഡോണറ്റ്, ക്രൊസാൻ അതൊന്നും എനിക്ക് എത്ര സെറ്റ് ആകത്തില്ല. ക്രൊസോൺ ഞാൻ പിന്നെയും കഴിക്കൂല എന്നൊന്നും പറയാനില്ല. ക്രൊസോൺ കട്ട് ചെയ്തിട്ട് അവക്കാഡോ സ്മാഷ് ചെയ്ത് സവാളയൊക്കെ ഇട്ട് ഒരു ഇതായിട്ട് കഴിക്കാനൊക്കെയാണെ കൊള്ളാം. അല്ലാതെ ഈ മധുരം എനിക്ക് പണ്ടും വലിയ താല്പര്യമില്ല. അയ്യോ, കൊച്ചിന് കൈ മേടിക്കണമെന്ന് വെച്ചില്ലായിരുന്നല്ലോ പൊട്ടിക്കാൻ. നമ്മൾ പിന്നെ ഇതൊക്കെ എടുത്ത് സാധനമൊക്കെ വാങ്ങിച്ചു. നമ്മൾ അവസാനം ഫൈനലി കവറൊക്കെ വാങ്ങിച്ച് സ്റ്റിക്കർ ഇട്ട് വെച്ചു. ഇതിൽ നീലയും പച്ചയുണ്ട്. നീല സ്ട്രോബെറിയും മറ്റേത് ആപ്പിളും. അത് രണ്ടും നമ്മൾ വാങ്ങിച്ചതാണ്. ഇവിടെ എല്ലാവരും ഒട്ടിച്ചുകൊണ്ടിരിക്കുക. കൊച്ചിന് മാത്രം വേണ്ടതാ എല്ലാവരും ഒട്ടിച്ച് വെച്ചേക്കും. പിന്നെ ഇതാണ് ആപ്പിൾ പറിക്കാനുള്ള. ഇത് വലുത്. ഈ വലിയ കവറിൽ 2 പേർക്ക് പോവാം. ഈ ചെറിയ കവറിൽ ഒരാൾക്കേ പോകാൻ പറ്റുള്ളൂ. അരവിന്ദ് സിംഗിൾ ആയതുകൊണ്ട് അരവിന്ദിന് ചെറിയ കവർ. അത് അരവിന്ദ് ചോദിച്ചു നോക്കി, സിംഗിൾ ആണ്, പക്ഷെ നടന്നില്ല. ഒരാളെ തേടുന്നുണ്ട്, അവള് ചിരിച്ചത് മാത്രമേ ഉള്ളൂ. അതാ. എന്നിട്ട് ഈ വലുത് വലിയ ഇത് വെച്ച് 2 പേർക്ക് കൊണ്ടുപോകാൻ പറ്റും. ഈ ചെറുത് വെച്ച് ഒരാൾക്കുണ്ട്. ചെറുതിനല്ല പൊതുവെ വില കുറവ് കേട്ടോ, ഭയങ്കര വില കുറവ്. വലുതിനാ ഭയങ്കര വില കൂടുതൽ. പിന്നെ അടുത്ത് നമ്മൾ ആപ്പിൾ പിക്കിംഗ് പരിപാടിക്കൊക്കെ പോയിട്ട് വരാം. ഇതെങ്ങനെയാ സെറ്റപ്പ് എന്ന് പറഞ്ഞൂടാ. ആപ്പിൾ പിക്കിംഗ് മാത്രമല്ല, സ്ട്രോബെറി. ഇത് അരവിന്ദിന്റെ കുഞ്ഞ് ബാസ്ക്കറ്റ്, ഞങ്ങളുടെ വലിയ ബാസ്ക്കറ്റ്. ഇത് അരവിന്ദിന്റെ കുഞ്ഞ് കവർ, ഞങ്ങളുടെ വലിയ കവർ. അവസാനം ട്രാക്ടറിന് വെയിറ്റ് ചെയ്തിരിക്കുക. എന്താ റീ എൻട്രി ഇല്ല, ഔട്ട്സൈഡ് ഫുഡ് ഇല്ല. ക്ലിക്ക് ഇൻ മാർക്ക് ചെയ്ത റോസിലേ ഉള്ളൂ. നോ പിക്കിംഗ് ഡിവൈസ്. അത് സ്വാഭാവികം. ഓക്കെ, ചിൽഡ്രൻ മസ്റ്റ് ബി വിത്തിൻ ഓൾസ്. ഓക്കെ, നോ ക്ലൈംബിംഗ് ട്രീ. സെറ്റ്. അതുകൊണ്ടൊരു ട്രാക്ടർ പോണില്ലേ, ആ ട്രാക്ടറിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. എല്ലാവരുമായിട്ട് കയറുക. കണ്ട, ഇതിലിരുന്നാ പോകുന്നു. അങ്ങറ്റം പോവാ, അറ്റം ഇരിക്കാം. ആണല്ലേ, ഈ കോർണറിൽ ഇരിക്കാൻ തൽക്കാലം ഞാൻ. നല്ല സ്ഥലം. ട്രാക്ടറും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ട്രാക്ടർ മാമനാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഒരു സീനുമില്ല. ട്രാക്ടർ മാമൻ പോവുക. നമ്മള് പബ്ജിക്കകത്ത് മറ്റേ സാധനം ബോൾ വെക്കില്ലേ, ഇത്തനോൾ. അവിടെയൊക്കെ മറ്റേതാ ഗെയിം സെക്ഷൻ ആണെന്ന് തോന്നുന്നു. ചെറിയൊരു ലേക്കും പരിപാടികളൊക്കെ ഉണ്ട്. കൊച്ചു പേടിച്ചിരിക്കുക. മരത്തിലൊക്കെ ആപ്പിള് കുറവാണല്ലോ. അവസാനം ലേറ്റ് ആയി പോയതിലാണോ? പക്ഷെ അങ്ങോട്ട് പോകുമ്പോ കാണും. അതാ നമ്മളൊന്നിറക്കും, അത്രേ ഉള്ളൂ. നാളെ അമ്മൂന്റെ പേരിൽ ട്രോൾ ഇറങ്ങും. ഇനി കിട്ടിയില്ലെങ്കിൽ ഈ കവർ വെച്ചിട്ട് വേറെ ഇഷ്ടപ്പെട്ട് എടുക്കുന്നു. ആപ്പിൾ മരം കാണിക്കാനാണോ ആയിരിക്കും. നമ്മളിപ്പം ഏകദേശം ഒരുപോലെയാണ്. നമ്മളിപ്പോ എന്തായാലും ആദ്യം സ്ട്രോബെറി പിക്ക് ചെയ്യാന്നും പറഞ്ഞ് സ്ട്രോബെറി ഫാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് ആപ്പിളിലേക്ക് വരാം. കാരണം കുറച്ച് തിന്നുകയും ചെയ്യാൻ. ഈ അഞ്ചനെ കാണല്ലോ, അതാ. അതുകൊണ്ട് നമ്മൾ ഫ്രീ ആയിട്ട് നടക്കണു. നോർമലി ആ ക്രൈറ്റീരിയ അരവിന്ദിനായിരുന്നു. ഇപ്പം അത് മാറി, അക്ഷയുടെ അടുത്ത് മാറി. അപ്പം അരവിന്ദ് നമുക്കടുത്ത സ്ട്രോബെറിയിലേക്ക് പോകാം. സ്ട്രോബെറി ഫാം. സ്ട്രോബെറി പറയുക, ആപ്പിൾ പറയുക, ആ വൈബായിരിക്കണം. ഓക്കെ, ഇപ്പം അഖിലിന്റെ അടുത്ത് ബേബിയെ ഹാൻഡ് ഓവർ ചെയ്തിരിക്കുക. കാണിച്ചു തരാം. അഖിത ബേബിക്ക് പാല് കൊടുത്തോണ്ടിരിക്കുക. കാരണം ബേബി കുറച്ചൊന്ന് അതെ, ആള് ഇത്തിരി ഒന്ന് മൂഡ് ഓഫ് ആയി. കാരണം ഞങ്ങൾ വിചാരിച്ച പോലത്തെ ക്ലൈമറ്റ് ആയിരുന്നില്ല. ചെറിയ ചൂടുണ്ട്, അത്യാവശ്യം ചൂടും വെയിലും ഉണ്ട്. അങ്ങനല്ല, വെയിലുണ്ട്. ക്ലൈമറ്റ് തണുപ്പ് തന്നെയാണ്, പക്ഷെ വെയിലുണ്ട്. അതെ, ഞങ്ങളാണെങ്കിൽ ബേബിനെ ആക്ച്വലി നന്നായിട്ട് കവറൊക്കെ ചെയ്ത് നല്ല ടെഡി ബിയറിന്റെ ഡ്രസ്സൊക്കെ ഇടിച്ച് കൊണ്ടുവന്നേ. പക്ഷെ അവനപ്പോഴത്തേക്കും ചൂടെടുത്ത് ആൾ ഇച്ചിരി മൂഡ് ഓഫ് ആയി. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അഖിലിന് ഡ്യൂട്ടി ഹാൻഡ് ഓവർ ചെയ്തു.
ഇനി ആക്ച്വലി ഇപ്പം ഞങ്ങൾ സ്ട്രോബെറി ഫാമിലാണ് നിൽക്കുന്നത്. ഇതേ സ്ട്രോബെറി ഫാമിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ ആക്ച്വലി 2 ബാസ്ക്കറ്റ് ഉണ്ട്. ഒന്ന് ഈ കുഞ്ഞത് അരവിന്ദിന് വേണ്ടിയിട്ടുള്ള ബാസ്ക്കറ്റാണ്, പക്ഷെ അങ്ങനെയൊന്നും ഇല്ല. ഇതേ സ്ട്രോബെറി ഫാമാണ്. സ്ട്രോബെറീസ് ഒക്കെ നിപ്പുണ്ട്. ആക്ച്വലി ഇതിൻ്റെ ഇടയിൽ നിന്നൊക്കെ കണ്ടുപിടിച്ചെടുക്കണം എന്നാണ് തോന്നുന്നത്. ഇവിടെ കുറച്ച് ഡേയ്സ് ആയിട്ട് ഇങ്ങനെ ഇത് നടക്കുന്നുണ്ട്, സ്ട്രോബെറി പിക്കിങ്ങും ആപ്പിൾ പിക്കിങ്ങും ഒക്കെ. അപ്പോൾ ഓൾമോസ്റ്റ് എൻഡ് ഓഫ് ദി സീസൺ ആയി തുടങ്ങി. അപ്പോൾ ഞങ്ങളിങ്ങനെ നെക്സ്റ്റ് സ്ട്രോബെറി പിക്കിങ്ങിലേക്കൊക്കെ തുടങ്ങുകയാണ്. കണ്ടോ സ്ട്രോബെറീസ് നിൽക്കുന്നേ, വലിയ സ്ട്രോബെറീസ് ഒക്കെ ഉണ്ടാവും. ദേ ഇത് കണ്ടോ, നമ്മൾ നോക്കിയെടുക്കണം. ആക്ച്വലി ഇതൊക്കെ വലുതാണ്, കണ്ടോ. ഇതൊക്കെ പഴുത്ത് വരുന്നുള്ളൂ. ഒരുപാട് പഴുത്ത് പോകുന്നതിനെക്കാട്ടിലും അത്യാവശ്യം പഴുത്ത് വരുന്നത് എടുക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ഒന്നാമതായിട്ട് ഞങ്ങൾ കഴിക്കുകയൊക്കെ ചെയ്യും, സ്ട്രോബെറീസ് ഒക്കെ നന്നായിട്ട് കഴിക്കുകയൊക്കെ ചെയ്യും. എന്നാലും ഇവിടെ ഉള്ളത് ഓൾമോസ്റ്റ് എല്ലാം ഈ പരുവത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ്. ആക്ച്വലി നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാനും പറ്റും. അപ്പം ഇങ്ങനെ തുടങ്ങിയിരിക്കുകയാണ്. ഞാനെന്താ ചെയ്യാനും കൂടെ ഇങ്ങനെ നടക്കുക, കങ്കാരി ബാഗിലേക്ക് ഞാൻ ആലോചിക്കണം, തന്ത സമ്മതിക്കൂല, മര്യാദയ്ക്ക് ഇത്തിരി നേരം കംഫർട്ടബിൾ ആയിട്ടിരിക്കുകയാണെന്ന്. കണ്ട ഞാൻ ഒരു ഹായ് പറഞ്ഞു, ഹായ്. അവർ സ്ട്രോബെറി പറിക്കുക, ഞാൻ സ്ട്രോബെറി പറിക്കുന്നു, ഞാൻ അപ്പം കഴിക്കുന്നു. ഞാൻ പറിക്കുന്നു, അപ്പം കഴിക്കുന്നു. അവർ സ്ട്രോബെറി പറിച്ച് പെട്ടിക്കകത്തായിക്കൊണ്ടിരിക്കുക. ഓ ആപ്പിൾ ഉണ്ടോ? അടുത്ത ഇനി ഇതാണ് പറിക്കാൻ പോകുന്നത്. എന്നിട്ട് ഇവിടെ നല്ലൊരു ലേക്കല്ല, ഇവരുടെ ഈ പരിപാടിക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു പോണ്ടുണ്ട്. ഇവിടെ ആനിമൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. മറ്റേ പൈസ ഇടുമ്പോഴത്തേക്കും കുറച്ച് ചോളം വരും, അപ്പം അതിനെ കയ്യിൽ വെച്ച് കൊടുക്കുക എന്നുള്ള സെറ്റപ്പാണ്. ഉണ്ട്, കുറേ ഉണ്ട്. ആടിനേക്കുള്ള പുല്ല്, പന്നിയുണ്ട്, കോഴിയുണ്ട്. പന്നിയും കോഴിയും മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ എന്തോ പറഞ്ഞാൽ അവിടെ നടക്കണുണ്ട് എന്തോ ഒരു സാധനം. ഇവിടെ 2-3 പട്ടികളും കൂടെ ഉണ്ട്. നല്ല സ്മെല്ലുണ്ട്. ചെളി അമ്മങ്ങി തിന്നണുണ്ടല്ലേ, പക്ഷെ നല്ല ചെളിയുണ്ട്, നല്ല സ്മെല്ലുണ്ട്. ഇതിൻ്റെ മക്കളാണെന്ന് തോന്നുന്നു. ഇതാ കണ്ടോ അവിടെ കിടക്കുന്നത് 4 ഇല്ലേ, 4-5 ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ നിന്ന് ഇത് എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ട്. പന്നിയെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും അങ്കമാലി ഡയറീസാണ് ഓർമ്മ. അവിടെ മറ്റേ കൂടത്തിന് തലക്കടിച്ചുകൊണ്ട് സ്കിന്നൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട്. പിന്നെ എടുത്തത് കോഴിയൊക്കെ ഉണ്ട്. അരവിന്ദ് അരവിന്ദ് ആപ്പിളിന് കണ്ടോ കോഴി. ഇതൊന്നും നമുക്ക് ഒത്തിരിയില്ല. എൻ്റെ വീട്ടിലുണ്ടായിരുന്നു കോഴി. എൻ്റെ വീട്ടിലല്ല, എൻ്റെ ടംസിൻ്റെ നാട്ടിലുണ്ടായിരുന്നു. എന്താണ് അരവിന്ദ് കോഴിയെ കണ്ടുകൊണ്ട് വരിക. അപ്പോൾ നമ്മൾ ആപ്പിൾ പിക്കിങ്ങും സ്ട്രോബെറിയൊക്കെ പറിച്ച് നമ്മൾ വീട്ടിലെത്തി. സമയം ഏകദേശം 6 മണിയായി. നമ്മൾ ആപ്പിൾ പിക്കിങ്ങിൻ്റെ വീഡിയോസൊന്നും അങ്ങനെ നിങ്ങൾ കണ്ടു കാണില്ലല്ലേ. ഞാൻ ആ വീഡിയോസ് എടുത്തില്ല, കാരണം കൊച്ചൻ്റെ കയ്യിലായിരുന്നുണ്ട്, വീഡിയോസ് എടുത്തില്ല. അവരാ പറിച്ചത്. അപ്പോൾ പിന്നെ നമ്മൾ അതെല്ലാം സംസാരിച്ച് നിൽക്കുകയായിരുന്നു. അതൊരു മുയൽ വീട്ടിൽ കാണിച്ചു തരാം, കാണാമോ? വേണ്ട, ഈ മുയൽ കുറേ ദിവസമായിട്ട് കാണാനില്ലായിരുന്നു, ഇപ്പോൾ തിരിച്ചെത്തി. ബ്യൂട്ടിഫുൾ. സോ അപ്പോൾ ഞാൻ ആപ്പിൾ ഫാമിങ്ങിൽ നിന്ന് അത്യാവശ്യം കുറച്ച് നമ്മൾ 20 LB എന്തോ കണക്കാക്കി പറിച്ച ഒരു ബാഗ് സ്ട്രോബെറീസ് 2 വെട്ടി നിറച്ച് സ്ട്രോബെറിയും പറിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു ഷോബയിൽ തന്നെയുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡും കഴിച്ചു. അവിടെ നിന്ന് ഏകദേശം 1/2 മണിക്കൂർ തിരിച്ച് റിട്ടേൺ. ഇനി നാളെ എനിക്കും അരവിന്ദിനും ഒക്കെ ജോബും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.